ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ പ്രീമിക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡോൾ കേക്ക് റെഡിയാക്കി എടുത്തേക്കുന്നത്. പ്രീമിക്സിൻ്റെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ്. നിങ്ങളെല്ലാവരും മറക്കാതെ കാണുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിസോണിൻ്റെ പ്രീമിക്സാണ് എടുത്തേക്കുന്നത്. വാനില സ്പോഞ്ച് കേക്ക് മിക്സാണ്. അപ്പോൾ അത് വാനില എസൻസോടെ ചേർന്നിട്ടുള്ളതാണ്. അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളതും കിട്ടും. അപ്പോൾ ഇത് വാനില എസൻസ് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ടയും അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ആയത് എടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് കേക്ക് ജെൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രീമിക്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കേക്ക് ജെൽ ആഡ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ, സ്പഞ്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂണ് കേക്ക് ജെല്ലും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എത്രയും ക്രീമിയാക്കി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ക്രീമിയാക്കി നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കുക. ഓരോ കമ്പനിയുടെ പ്രീമിക്സിനും അതുപോലെ ഓരോന്നായിരിക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസം കാണും. അപ്പോൾ അത് അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ എടുക്കുന്ന പൗഡറിനനുസരിച്ചിട്ട്, അതായത് മിക്സിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മാറ്റം വരുത്തി വേണം എടുക്കാൻ. ഇത് നല്ല സ്പീഡ് ഇട്ട് തന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്പീഡ് കുറച്ച് ലോ സ്പീഡിലാക്കിയിട്ട് നമ്മുടെ പ്രീമിക്സ് 300 ഗ്രാം പ്രീമിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പീഡ് കൂട്ടാൻ പാടില്ല, ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കണം. അതിന് മുന്നേ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് അടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേക്ക് ടിന്ന് അടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് വെച്ച് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ ഒട്ടും കയ്യിലൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തു. ഇനി ഒരു 4 പാർട്ടായിട്ട് ഇത് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളം, അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാത്തത് വീഡിയോയുടെ ലെന്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഈ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മറക്കാതെ കാണുക. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ, കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ഏറ്റവും അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു. നല്ലതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ അഡീഷണലായിട്ട് വേറെ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഇത് വിപ്പിംഗ് ക്രീം മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അടുത്ത ലെയറുകളും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലതുപോലെ ക്രീം അപ്ലൈ ചെയ്ത്
ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. വലുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. മേലെ ഡെക്കറേഷൻ കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നോളൂ, കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ക്രീം എല്ലായിടും അപ്ലൈ ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുക്ക് ഭാഗത്ത് നൈഫ് വെച്ചിട്ട് ഒന്ന് ഹോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഡോൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളിടത്തൊക്കെ നല്ലതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലായിടവും നമ്മൾ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ എല്ലാം ക്രീം തേച്ച് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോസ് പെറ്റിൽ വരയ്ക്കുന്ന ആ ഒരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുകൾ ഭാഗത്തും അടിയിലും ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ, തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ റോസ് പെറ്റിൽ വരച്ചിരുന്നു. ആ ഒരു റോസ് പെറ്റിൽ ചെയ്ത അതേ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റാർ നോസിൽ കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ഞാനിതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ആ വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്യുന്നതും വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതെ കാണുക. ഇപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും കൊടുത്തെടുക്കുക. നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ കൊടുത്തെടുക്കുക. അല്ലാത്ത ഭാഗത്ത് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് അതും ഒരു ഡിസൈനായിട്ട് കൊടുക്കുക. ഈ സ്റ്റാർ നോസിൽ തന്നെ ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മുകൾ ഭാഗത്തും ഡ്രസ്സ് ടോപ്പിനായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും ചെറിയ സ്റ്റാർ നോസിൽസ് കിട്ടും, അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ എനിക്ക് ഇത്രയുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് പ്രീമിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.